നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഇത് മര്യാദക്ക് ഇരുന്നാണല്ലോ. ഇതെങ്ങനെയാ മറിഞ്ഞു വീണത്? വരുൺ, എന്താ എന്താ ദേ, നോക്ക്, അയ്യോ ഇത് കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ ഇന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ആളെ മണ്ടനെന്നല്ലേ പറയാൻ പറ്റൂ. അപ്പൊ എങ്ങനെയാ പോണോ അതുവരെ ഒന്നോ? എന്തായാലും പോണം. ഇത്രയും ദൂരത്ത് നിന്ന് വന്ന് വിളിച്ചതല്ലേ. നാളെ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് ആ ചടങ്ങിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരാം. വെറും കൈയോടെയോ? വെറും കൈയോടെ ആക്കണ്ട. കാലൊടിഞ്ഞ് 1-2 കമ്മലുകൾ കിടപ്പുണ്ട്. പോകുന്ന വഴിക്ക് അതെവിടെയെങ്കിലും കൊടുക്കാം. എന്തെങ്കിലും ചെറുത് കിട്ടാതിരിക്കില്ല. എന്താ? ജീവിതം എത്ര ഭംഗിയായിട്ടാണ് താൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സാരയില്ല. ഉയർച്ചയിൽ മാത്രമല്ലല്ലോ, താഴ്ചയിൽ വേണമെങ്കിലും സന്തോഷം കണ്ടെത്താൻ പറ്റും. ചന്ദ്രശേഖരൻ, അതെന്തായിരിക്കും അധികം പരിചയമില്ലാത്ത ഒരാൾ ഏട്ടന് ബർത്ത്ഡേ ക്ഷണിക്കാൻ കാരണം? എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാം. അയാളെ കൊണ്ട് ഞാനാ അത് ചെയ്യിച്ചത്. കണിമംഗലം പരമേശ്വരനെ ബർത്ത്ഡേ ക്ഷണിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചത് ഞാനാ. സാറാ, നാളെ ഏട്ടനും ഏട്ടത്തിയും ആ പിറന്നാൾ ആഘോഷത്തിന് പോണം. എന്നിട്ട് അവര് രണ്ടുപേരും തിരിച്ചെത്തുമ്പോ ചന്ദ്രശേഖരൻ അവർക്ക് വേണ്ടി ഒരുക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? ഒരേ സമയം എരിയാൻ 2 ചിത. ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടി. എന്തൊക്കെയാ സാറ് പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെ ഇതൊക്കെ പ്രാക്ടിക്കൽ ആവുന്നത്? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിച്ച് രസം കളയണോ? നാളത്തെ ദിവസം ഒരുപാട് പ്രത്യേകതകളുള്ളതാ. നമുക്ക് നേരിട്ട് തന്നെ കാണാം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാഴ്ചകളും. ആ കുഞ്ഞു ഭാഗ്യവാനാ. അവന്റെ ബർത്ത്ഡേ എത്ര കാലം കഴിഞ്ഞാലും ആളുകൾ മറക്കില്ല. അങ്ങോട്ട് പോവാ. ഞാൻ എടുക്കാം. അത് നിളക്കി. രാധികേ, ഇത് കണ്ടോ? നോക്ക്. മുത്തശ്ശി, മുത്തശ്ശിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടല്ലേ? പോയി കിടന്നോ. ഏയ് വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. എന്റെ പൊന്നു മുത്തശ്ശി പറയുന്നൊന്ന് കേക്ക്. ഇനി സമയം എടുക്കും. ഇത് എടുത്തോട്ടെ. ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ? മുത്തശ്ശിക്ക് വിശ്രമം വേണമെന്നുള്ളതുകൊണ്ടല്ലേ? സാരമില്ലടാ, എല്ലാവരുടെ ഇടയിലെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതാ. അതെ, പിള്ളേരുടെ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം. അറിയാ യശോദേ, ഇതിപ്പോ എന്താ സംഭവിക്കുക? എന്നെ കൊണ്ടുപോയി അവിടെ കിടത്തിയ ഞാൻ ഉറങ്ങില്ല. ഇവിടെ ഇരുന്ന പിന്നെ ഒന്ന് കണ്ണടയ്ക്കും. അപ്പൊ പിന്നെ നിർബന്ധിക്കണ്ട അമ്മ. മുത്തശ്ശി ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഞങ്ങള് പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ ഒന്ന് ഒതുക്കട്ടെ. ഇനി വേറെ എന്തെങ്കിലും അറിയാണ്ടോ? അല്ലേ? ഇല്ല. ഈ പച്ചക്കറിയൊക്കെ എത്ര പെട്ടെന്നാ ചീത്തയാവുന്നേ. ചിലതൊന്നും എടുത്തോട്ടെ. എടുത്തോ. കഴിക്കും. ഇതെന്തിനാ? പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരണ്ടേ? അതിന് കുടിക്കേ.
കുറച്ചു നേരം കിടന്നു. ഇനിയിപ്പോ പരിപ്പ് അച്ചാറ് മാത്രമേ ഉള്ളൂ, അതോടെ എടുത്തിട്ട് വരാം. ആ. വാ. ഉം. അയ്യോ അയ്യോ ഇതെന്താ പറ്റി? ഇതെന്താ പറ്റി മോളെ? ഇതെങ്ങനെയാ പറ്റിയത്? വരുൺ, വരുൺ. അയ്യോ. ശ്ശോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഇത് മര്യാദക്കിരുന്നാണല്ലോ. ഇതെങ്ങനെയാ മറിഞ്ഞു വീണത്? വരുൺ, എന്താ എന്താ രാധിക? ദേ, നോക്ക്, അയ്യോ, ഇത് കണ്ടില്ലേ? അയ്യോ, പരിപ്പ് കറിയാണല്ലോ. സദ്യക്ക് പരിപ്പ് കറിയില്ലാതെ എങ്ങനെയാ ശരിയാവുന്നേ? ഇവിടെ വല്ല നായ്ക്കളും ഒന്ന് മറിച്ചിട്ടാണോ? എനിക്കറിഞ്ഞൂടാ. ഇതിപ്പോ നമ്മൾ അവിടെ എത്തേണ്ട സമയമായി. ഒരു കാര്യം ചെയ്, വരുൺ പൊയ്ക്കോ. ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇതൊന്നും ഉണ്ടാക്കിയെടുത്തിട്ട് വരാം. ഇവിടെ അതൊക്കെ പ്രാക്ടിക്കൽ ആണോ? വരുൺ, സദ്യക്ക് ഈ വിഭവം ഇല്ലാതെ പറ്റില്ല. ആളുകളൊന്നും സമ്മതിക്കില്ല. നിങ്ങൾ അവിടെ എത്തുന്ന സമയം കൊണ്ട് ഞാനത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോളാം. മോളെ, നിങ്ങൾ ഒരുമിച്ച് പൊയ്ക്കോ. പരിപ്പ് കറി ഞാനും യശോദയും കൂടി ഉണ്ടാക്കിക്കോളാം. മുത്തശ്ശൊന്നും മിണ്ടായിരുന്നേ. ഞാനിവിടെ നിന്നോളാം, ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ വെറുതെ ടെൻഷൻ ആവണ്ട, നിങ്ങൾ പൊയ്ക്കോ. ഇത് ഞങ്ങൾ ഉണ്ടാക്കി അവിടെ എത്തിച്ചോളാം.